പത്തനംതിട്ട ജില്ലയിലെ ഷിഗല്ല വ്യാപനത്തിൽ എഴിക്കാട് ഉന്നതിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ് 10 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി പ്രസാദ് എം ജെ ചേരുന്നു. പ്രസാദ്, ഏതായാലും ഈ ഒരു ഷിഗല്ല വ്യാപനം തടയുന്നതിനായി ഒരു ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോളനി ഉള്ള ഈ വീടുകൾക്കാണ് ഇപ്പോൾ ഉന്നതി എന്ന് പറഞ്ഞത്. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉന്നതിയാണ് ഈ പത്തനംതിട്ടയിലെ ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ എഴിക്കാട് കോളനി. ആ കോളനിയിലെ ഒരു താമസക്കാരിയായ 10 വയസ്സുകാരിക്കാണ് ഈ കഴിഞ്ഞ ദിവസം ഷിഗല്ല സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് കോഴിക്കോടും അതിനോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലും ഷിഗല്ല വ്യാപനം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിൽ തന്നെ നിയന്ത്രണ വിധേയമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും ഈ രോഗത്തിന്റെ സ്ഥിരീകരണം ഒരു 10 വയസ്സുകാരിക്ക് ഇന്നലെ തന്നെ അത് സ്ഥിരീകരിച്ചത്. കുട്ടി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ആശുപത്രി, അതായത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പ്രത്യേക വാർഡിൽ അത് ചികിത്സയിലാണ്. നമ്മളിപ്പോൾ ഡിഎംഒയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനെ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കുട്ടി പഠിച്ച ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെയും മറ്റ് അവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ നിരീക്ഷിക്കും. വരും ദിവസങ്ങളിൽ സ്കൂൾ ഉൾപ്പെടെയുള്ളവയുടെ ശുചീകരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ഉൾപ്പെടെ തന്നെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളിലും ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തന്നെ ഉള്ള നടപടി ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഡിഎംഒ അറിയിച്ചിരിക്കുന്നത്. ഇപ്പൊ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി വിഷ്ണുനാഥ് നാളെ സ്ഥലത്തെത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിൽ ഇല്ലെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ശരി, ഏതായാലും പത്തനംതിട്ട ജില്ലയിലെ ഷിഗല്ല വ്യാപനത്തിലാണ് ഇപ്പോൾ എഴിക്കാട് ഉന്നതിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിരിക്കുന്നത്. 10 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഈ ഒരു നടപടി എന്ന് പറയുന്നത്. ഏതായാലും ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്.